ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. കാലങ്ങൾ നീണ്ടിട്ടാണ് എടുക്കണത്. പെരുന്നാളുണ്ട് 4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ദിവസം പോണ നമുക്കറിയാനുള്ള അതെന്താ അറിയാത്ത റീസൺ എന്താന്ന് പറഞ്ഞു. വ്ളോഗ് വരാത്തത്, അതായത് നമ്മന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ക്ലാരിറ്റി വരുത്തുന്ന വ്ളോഗാണ് നമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളപ്പം ഞാനും സാലുവാണെന്ന് വ്ളോഗ് എടുക്കുന്ന ആൾക്കാര് നോക്കുമ്പോ എന്താണ്, അതായത് ഇപ്പൊ നമ്മ ദ്രോണാചാര്യ അത് പാടിപ്പിക്കുക അവസരം തരാം. അപ്പൊ നമ്മ മെയിനായിട്ട് ഇത്ര ദിവസത്തോളം പെരുന്നാൾ 2-ന് നമ്മ വ്ളോഗ് ഇട്ടാണ്. 2-നല്ല 3-നായിട്ടാ, രണ്ടാമത്തെ വ്ളോഗ് 3-നായിട്ടാ, 5-നായിട്ടത്. അപ്പൊ അതിനുശേഷമുള്ള വ്ളോഗാണ്. നല്ല ഇടിവെട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് മഴ ഉണ്ടാകുന്ന കമന്റ് ചെയ്യാം. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ മഴ തുടങ്ങി. അതായത് അതെ, നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റാണ് നമ്മ ഇത്ര ദിവസം മഴ, ഇടിവെട്ട് അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങളുടെ നാട്ടിലും പ്രൊജക്ട് മനസ്സിലായ നമ്മളെ പുതിയ തേർഡ് പാർട്ടിലേക്കുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാരും. ആ മുടിയൊക്കെ വെട്ടിയത് ആ സ്റ്റൈൽ എങ്ങനെ മുടിന്റെ ക്യാരക്ടറിന് വേണ്ടിയാണ്. അതായത് സബ്സ്ക്രൈബേഴ്സ് പറയാ ഈ ഒരു സ്റ്റൈൽ എങ്ങനെയുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്തോണം, അല്ലെങ്കിൽ ആ ലോങ് ഹെയർ ഗുണ്ടാലുക്കിന് വേണ്ടി മുടി വെട്ടി ഒരു പുതിയൊരു ക്യാരക്ടർ തേർഡ് പാർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതെ, ഹനാൻ വരുന്നത് പോലെ വരുന്ന പാട്ടില് സുഹൈലും സൽമാനൊക്കെ തൂക്കിയ സീനെല്ലാം സെക്കൻഡ് പാട്ട് എന്ന് പറയുമ്പോ സഹല് കൊണ്ട് ഇതാണ്. അപ്പൊ തേർഡ് പാർട്ട് ബ്ലോഗ് ഫസ്റ്റ്. അപ്പൊ നമ്മളെ തേർഡ് പാർട്ട് ഉടനെ ഷൂട്ട് ഉണ്ടാവും. തിരക്കാണ്. അതായത് എക്സാം, പിന്നെ വർക്ക്. അതായത് നമ്മുടെ ഷെഡ്യൂളൊക്കെ മാറി. അഷ്കർ കുറിച്ചൊരു ഡേറ്റ് ഒക്കെ ഇട്ടാ തുടങ്ങി. നാളെ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇലക്ഷൻസിനാണ്. അതായത് വോട്ട് ചെയ്യുമ്പോ നോക്കി കണ്ടാണ് വോട്ട് ചെയ്യണത്. അത് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു അതായത് ഓരോ വോട്ടും പാഴാക്കാണ്ട് ചെയ്യുക. അതായത് നോക്കി വോട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്നറിയോ പറയൂല, എനിക്ക് വോട്ടില്ല. നിനക്കുണ്ടോട്ട് എനിക്കുണ്ടാവും. അപ്പൊ ഗൈസ്, നമ്മ ഫോക്സ് ഓണിന്റെ തേർഡ് പാർട്ട് എടുക്കാതെ ഒറ്റ എടുത്തങ്ങാറുണ്ട്. ഇവനെ മുടി വെട്ടിക്കളി. അതാണ് ഇത്തിരി മുടി വളരെ നീ ഉണ്ടായിരുന്നു എന്റെ. അപ്പൊ എനിക്കൊന്ന് സായില് പറഞ്ഞേ വീട്ടിൽ മുടിയോട്ടാ ഹൈപ്പറാവണ് മുടിയോട്ടാ ടപ്പുക്കൊക്കെ ചെപ്പുക്കൊക്കെ പോയില്ലേ. ലാസ്റ്റ് അവൻ ബൈക്ക് സാല് തല വെച്ചുറക്കണെങ്കിൽ അവൻ എത്ര ഹൈപ്പറായിട്ടായിരിക്കും. നമുക്കൊരു തോന്നലാണ് മുടി വെട്ടണ. അല്ലെ പിന്നെ തോന്നലാണ്. ആരെങ്കിലും പറഞ്ഞതാണ്, ആരെങ്കിലും ട്രൈ ചെയ്യാൻ അഭിപ്രായത്തില് ആരോ പറഞ്ഞതാണ്. അതായത് ഫെയർവെല്ലൊക്കെ കഴിഞ്ഞുണ്ടായി. അപ്പൊ ഫെയർവെൽ എങ്ങനെ ഉണ്ടായി താങ്കളുടെ? ഫെയർവെൽ കൊണ്ടുപോയി പറയാലോ. പിള്ളേരൊക്കെ അടിപൊളിയായിട്ടെല്ലാം ചെയ്തത്. അതായത് സഹലിന്റെ ജൂനിയേഴ്സ് വ്ളോഗാണെങ്കിൽ സഹൽ കാലാവ് എന്നുള്ള ഒരു കമന്റ് അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊന്നും പറയുന്നില്ല, നമ്മ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാ എന്നാണ് പറയാനുള്ള. മൈക്ക് വെറുതെ പിടിച്ച സമയം കളയണ്ട. എന്താണ് ഓടോ, ഞാൻ വ്ളോഗിലാണ്. വർക്കാണ്. നമ്മുടെ സഹല് പിന്നെയും മുങ്ങി മുടി വെട്ടി കള്ളി സംഭവം മനസ്സിലായ. പണി സിനിമ ഉണ്ടോ നിങ്ങൾ? അതില് ലാസ്റ്റ് മറ്റേ ഗിരിയേട്ടൻ നമ്മൾ കാണുമ്പോ മനസ്സിൽ വെക്കണം പറയാമോ? സംഭവം മനസ്സിലായി. ജാൻസിനെ എങ്ങനെ പിന്നെ എന്നോട് ചോദിച്ചേ ഇനി ജാൻസി കളിക്കില്ലേ? ജാൻസി കൊന്നുണ്ടാക്കാനുള്ള ബുദ്ധിയില്ലാത്ത കുറെ ടീമുകളുണ്ട്. ജാൻസി മരിച്ച സീനാണ്. വേറൊരു സീൻ കൊന്ന് ചിക്കോണാന്ന്. അതെങ്ങനെ പ്രേമിക്കുന്ന വേണ്ടി അവനെങ്ങനെ കൊല്ലും? ഞാനത് പറഞ്ഞു സാറിട്ടാ അങ്ങനെ ഡിസ്റ്റാക്കിയാലോ. കാരണം കൂടുതൽ സംസാരിച്ച നമ്മളാ പലതും പുറത്തേക്ക് വരും. സത്യം മാത്രം പറയൂല. സുഹൈലാണ് വില്ലന്റെ. പക്ഷെ കാട്ടാളല്ല മന്നൂല. ഒരാൾ വരൂ. ആരാണ്? കമന്റ് നമ്മളൊരു ഇതുവരെ ഫ്രെയിം ഇല്ലാത്ത ഒരാളാണെന്നാണ് ആള് പറയുന്നത്. ആരും ശ്രദ്ധിക്കാത്ത. പിന്നെ മഴ കാലങ്ങൾക്ക് ശേഷം മഴ വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴ മാറി. അതായത് എനിക്ക് ഇഷ്ടമാണ് മഴ. മഴ കൊണ്ട് നമുക്ക് അതായത്
ശരി ഒന്ന് മാറുന്നു വർക്ക് സംസാരിച്ചോ സുഹൃത്തുക്കളെ വർക്കാണ്, ആരും തെറ്റിദ്ധരിക്കാതൊന്നും ചെയ്യരുത്. വർക്കാണ്, അതായത് നമ്മുടെ അതായത് കുറച്ച് വർക്കൊക്കെ പിടിച്ചിട്ട് ബ്രേക്ക് എടുത്തായിരുന്നു നോമ്പായിട്ടില്ല. അപ്പൊ വർക്കല്ലേ വർക്ക് യു കണ്ടിന്യൂ യുവർ വർക്ക്. അപ്പൊ നമ്മൾ വ്ലോഗ് എടുക്കുന്ന സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് വ്ലോഗാണ് വർക്ക് പിടിക്കട്ടെ. അല്ല മുതലാളി ഫുഡ് കളിക്കാൻ പോയി. ചിക്കുനെ കാണാത്തത് പിന്നെ നമ്മളെ കണ്ടന്റ് ഇല്ലാത്തത് ഒന്നുമല്ല, വെറുതെ വീട്ടിരിക്കണ ഇവനൊക്കെ. ഇവനല്ലടാ ഇവൻ ചിക്കു പിന്നെ വിളിക്കലൊക്കെ. പക്ഷെ തിങ്കളാഴ്ചത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, തിങ്കളാഴ്ച എക്സാം ആണ്. പ്രൊജക്ട് ഒരു കാര്യം പറയാനുള്ളൂ സുഹൃത്തുക്കളെ, എന്റെ ഗോൾഡൻ മൈൻഡ് എന്താണ് നിങ്ങൾ പറ, പ്രേക്ഷകർ പറ, റീബിൽഡ് ചെയ്യണോ കണ്ടിന്യൂ ആണോ നല്ലത്? റീബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അല്ല നമ്മ സംസാരിക്കുന്ന ആൾക്കാർ കണ്ടോളാം. പിന്നെന്താന്ന് വെച്ചാല് പിന്നെന്താ പറയാൻ പോന്നാ, വേറെ മെയിൻ കാര്യം പറയാണ്ടല്ലോ. BBA പിന്നെ നമ്മുടെ കോളേജ് ലൈഫ് അതിന് നമ്മ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാന്ന് വിചാരിക്കണ്ട്. അപ്പൊ കണ്ടന്റ് ചെയ്ത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താ, കണ്ടന്റ് ആയിട്ട് വന്നാൽ നമ്മ എന്ത് ചെയ്തു തരും, നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് അഭിനയിച്ച് എഡിറ്റ് ചെയ്ത് കാര്യം ചെയ്തു തരും. നമ്മുടെ കണ്ടന്റ് ക്രിയേഷന്റെ ആളിപ്പോ തിരക്കിലാണ്, ഒരു ചെറിയ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ കാരണം, എക്സാം പിന്നെ ഫാമിലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം തിരക്കിലാണ്. പിന്നെ ഇവൻ അറിയാലോ കഥ സായിലൊരു കഥ ഉണ്ട്. അല്ല കഥ ശരിക്കും ഇതുണ്ടാ വ്ലോഗിലാണ്ട പറയണ. സുഹൃത്തുക്കളെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നായകനാണ് നമ്മുടെ താരാണ്. അപ്പൊ ടീമോടി ഏറ്റവും മികച്ച ഒരു സ്ക്രിപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന സായി സ്ക്രിപ്റ്റ് ഒക്കെ വമ്പൻ പല വെഡിസീൻ ഉണ്ടാ വെടി വെക്കണത്. എനിക്കൊരു പിന്നെ നിങ്ങൾ ആ വീഡിയോയില് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സഹലിനെയാണെന്ന് എപ്പോഴും കമന്റ് ചെയ്യാ. സഹലിനെ ഒരു ആരോ ചോദിച്ചെന്ന് പറഞ്ഞു, ഒരാളും ചോദിച്ചിട്ടില്ല. ഏതോ പടത്തിലെ മോഹൻലാലാണെന്ന്. തുടരുക അല്ല മൈക്കോട് സൽമാനോട് പാട്ടാണ്. ഓ സൽമാൻ അത് മുത്തേ. ഞാൻ ഒന്ന് ക്യാമറ അങ്ങോട്ട് പോകാൻ മടിയാണ് എന്താണ്. അപ്പൊ സൽമാനില്ലേ ഏറ്റവും നല്ല അഭിനയം അറിയോ? അവന്റെ തര അല്ല നിന്റെ അഭിനയാണോ സൽമാനെ? നിങ്ങനെ ഓടി വന്നിട്ട് എന്നെ കാണുമ്പോ വ്ലോഗ് കണ്ടില്ലേ? വ്ലോഗ് കണ്ടിട്ടുണ്ടാവില്ലേ? ഏത് പിള്ളേരാ പറഞ്ഞ പന്തിക്കടനോട് എന്തിനാണ് എന്നെ അടിക്കണത്? സീനാണ് സീൻ. ഓടി അടിയുണ്ട്. എങ്ങനാലും നമുക്ക് മറ്റേ ഇതിലൊന്നും പഠിക്കാം. കോളേജ് കഴിഞ്ഞ് ഇനി എന്താണ് പരിപാടി? അടുത്ത മാസം ലാസ്റ്റ് വരെ അടുത്ത മാസം ലാസ്റ്റ് വരെ. ഈ മാസം ലാസ്റ്റ് അല്ലേ? മാർച്ച് അല്ലേ? ഏപ്രിൽ ലാസ്റ്റ്. അല്ല 5 ദിവസമല്ലേ പോണുള്ളൂ. അത് കഴിഞ്ഞ എന്ത് പരിപാടി? MES ആൾക്കാർ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പോർട്സ് സെക്രട്ടറി എന്ന് കമന്റ് ചെയ്യാ. എന്തായാലും MES ആൾക്കാർ കാണുന്നത് എനിക്കറിയാം. നീ എന്തിനാ ടൂർണമെന്റ് ആണ് കളിക്കാൻ പോയത്? ഇല്ല ഞാനേ 1ാം ക്ലാസ് തൊട്ടില്ലേ നമ്മ 3 പേരും നമ്മ 3 പേരും പോണാണ്. ഇവനിക്കില്ലേ ഫസ്റ്റ് ടീമിൽ 10 നമ്പർ വേണമെങ്കിൽ B ടീമിൽ പോയി കളിക്കും. 10 ടീമിനോട് ചെയ്തിട്ടില്ലേ? B ടീമിൽ കളിപ്പിച്ച A ടീമിൽ ഫുള്ളായി നമ്പറിന് സൽമാൻ എന്ത് ചെയ്യും? നമ്പറാണ് കോളേജ് ടീമിന്റെ. ഇത് അവിടുന്ന് തന്നെ ഒഫീഷ്യൽ അവിടെ 10,000. 10 പ്രണയിച്ചവരാരൊക്കെ? അതായത് 10 കൊല്ലം പ്രണയിച്ചവരല്ല, 10 പ്രണയിച്ചവരാരൊക്കെ? അതൊന്നും ആ സന്ദർഭം കൂടെ പറയാൻ ആരും ആഗ്രഹിക്കണില്ല. അതായത് ജീവിതത്തിലൊരു മോശം തീരുമാനം ഇതുമായി പോയി അല്ലേ? എന്തിന്? നമ്മളല്ലല്ലോ, പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യണം. അവരെ റിഗ്രറ്റ് ചെയ്യട്ടെ. നമ്മളല്ലല്ലോ പ്രേമിച്ചത്, പിന്നെ നമ്മൾ അവര് റിഗ്രറ്റ് ചെയ്യട്ടെ. അവസുഹൃത്തുക്കളെ ഇടക്കിടക്ക് മറ്റേ
വർക്കിന്റെ മെസ്സേജ് ഉണ്ട്. അതായത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ എല്ലാരും വ്ളോഗ് കാണാം. അപ്പൊ ഈ ഒരു എളിയവന്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാം. അതായത് ആ ഭാഷ പ്രശ്നം ഓർത്ത് അല്ല ഇവിടെ ഭാഷ സംസാരിക്കാൻ പറ്റില്ല. ഫെയർവെല് കോളേജിലെ ഒക്കെ ഭരിച്ചത് ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോ കാലത്തിനോട് ചോദിച്ചപ്പോ കാലത്ത് പറഞ്ഞോ സൽമാൻ തിളങ്ങി. അതല്ല ഒരു മിനിറ്റ് ഒരു കാര്യം വ്ളോഗ് ചോദിക്കണം. ഒരു ദിവസം താങ്കളെ വിളിച്ചപ്പോൾ താങ്കൾ എവിടെ ഇരുന്ന വരുമ്പോ അവരെന്താ ചോദിച്ചില്ല. അല്ല ഞാനെന്തോ ചോദിച്ചപ്പോ താങ്കളെന്താ മറുപടി ചോറ് കുപ്പിളൊക്കെ ആ ചോറ് കുപ്പിളൊക്കെ പൊട്ടൊരു മീൻ പൊരിച്ചു. അതിന് മുമ്പിൽ ചോദിച്ചു ആരെ വീട്ടിൽ ഫുഡ് അതൊരു അർഷാദ് അവൻ എന്റെ ബസ് കിട്ടാണ്ട് കൊച്ചിയിലാക്കി തരാണ് രാത്രി. അവർ വേണ്ട ജെറ്റിലാക്കിയ ബസ് അവിടുന്ന് ബോട്ട് വിളിക്കാം. അതെല്ലാം നീ ആരെ വീട്ടിലാണെന്ന് പറഞ്ഞ കൂട്ടുകാരിട്ടില്ല. അല്ല സത്യം പറ. അങ്ങനെയല്ല പറഞ്ഞത്. വ്ളോഗിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ക്യൂരിയോസിറ്റി ആയി. എനിക്ക് ഊരടിക്കാൻ വ്ളോഗ് കഴിയുമ്പോ പറഞ്ഞാ. അപ്പൊ എല്ലാവർക്കും അവരേതായ ഉള്ളവരെ പറയാം. എല്ലാവർക്കും അവരേതായ പേഴ്സണൽ ഇതൊക്കെ ഉണ്ട്. നിനക്കില്ലാന്ന് പറയാൻ പറ്റില്ല, എനിക്കില്ലാന്ന് പറയാൻ പറ്റില്ല. ക്യാമറേനെ പറയാൻ മടിയില്ല. വർക്കില്ലേ അപ്പൊ സുഹൃത്തുക്കളെ വർക്ക് എന്താന്ന് ഇപ്പോൾ മനസ്സിലായവരൊക്കെ ഉമ്മ വിളിച്ച് കാണിച്ചതാ. ഉമ്മ വിളിച്ചത് മെസ്സേജ് അയച്ചത് ഉമ്മയാണ്. ഉമ്മ ഞാൻ വിളിച്ചപ്പോ മെസ്സേജ് അയച്ചു. അയ്യോ ഒന്ന് സ്ഥലേ എത്ര സെക്കൻഡ് ഐ ആം ഓൺ വ്ലോഗ് ഷൂട്ട് ഐ വിൽ കോൾ യു ബാക്ക്. എന്തെടുക്കാൻ കളവ് എന്ന് പറയുന്നല്ലേ. അതായത് നോമ്പ് സഹല് കളവ് ഓർമ്മ തീർത്തെങ്കിൽ അതിനുശേഷം സൂര്യന് കളവ്. അത് ഒരു മത്സരമാണ് ഇവര്. വർക്കിലാണ് നമുക്ക് നീ പ്രത്യേകം. ഞാൻ സൽമാനും കണ്ടിന്യൂ ചെയ്തോളാം. വർക്ക് ചെയ്തോട്ടെ. വർക്ക് ചെയ്തോട്ടെ. വർക്ക് ചെയ്യണവരൊക്കെ വർക്ക്. അത് അതായത് സുഹൃത്തുക്കളെ ആ ഒരു വർക്ക് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കൊന്നും വർക്കില്ല. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് എല്ലാവർക്കും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ പറയാൻ ഇഷ്ടമുള്ളവര് പറയട്ടെ. റിവീൽ ചെയ്യാൻ സമയം ആവുമ്പോ ആവട്ടെ. അതിനു മുമ്പ് നമ്മ ചോദിച്ചിട്ടുള്ള കാര്യമുണ്ടോ? കാര്യമില്ല. നിങ്ങൾ ചോദിച്ചിട്ടും കാര്യമില്ല. പറയൂല. ഉമ്മയുടെ സീനും മറ്റേ ഇക്കാക്കിയാണ് സീനൊന്നും എനിക്കറിയില്ല. കല്യാണ പരിപാടി എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളൊന്നും വിളിച്ച അതല്ല നമ്മുടെ കൂട്ടത്തിലില്ലേ എല്ലാരോടും പറഞ്ഞ ഇവനോട് നേരത്തെ പറഞ്ഞു. നമ്മുടെ ആരെങ്കിലും കല്യാണം ഉണ്ടെങ്കിലേ കാർന്നോക്കന്മാരോട് ചോദിക്കരുത് ഫസ്റ്റ് ഡേറ്റ്. ഇവനോടാണ് ഞാൻ പറഞ്ഞ നമ്മ 5 ടീമാണ്. പക്ഷെ നമ്മ 4 പേരും ചിക്കുനിപ്പിടക്ക് ഈയിടായിട്ട് കാണാറില്ല. ഇടയ്ക്ക് സായാലും എപ്പോഴും കാണാറില്ല. പക്ഷെ അവനിപ്പോ 2 ദിവസം എക്സാമും കാര്യങ്ങളും കോളേജ് പരിപാടി. ഇവൻ ഡാൻസ് അത് പരിപാടി അവൻ തിരക്കാണ്. നമുക്ക് മനസ്സിലാവും. എന്നാലും അവൻ വിളിക്കലുണ്ട്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വിളിക്കുമ്പോൾ പറയേ കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കൂല. വണ്ടിയിൽ അതൊരു വളക്കും. അത് വേറെ കാര്യം. ഇടയ്ക്ക് മനസ്സിലായി വിളിക്കണമെന്നൊരു തിരക്കാണെന്ന്. അപ്പൊ ശനിയാഴ്ച കാണാൻ ശനിയാഴ്ച പോയിട്ട് വിളിക്കും. ഞാനേ ചന്ദ്രൂരിൽ കല്യാണത്തിന് വന്നിട്ടാണ്. ഇല്ലില്ല ഞായറാഴ്ച രാവിലെ പോക്കൂ. അതായത് ഒരു പോക്കാണ് പോണത്. വൈകിട്ടാണ് പറ്റുള്ളൂ. വണ്ടി ഒട്ടിച്ച് പോവും ഫാമിലി ആയിട്ട്. പോയിട്ട് അവിടെ കല്യാണം കൂടി ഇവർ 2 കല്യാണം കൂടിയിട്ട് ഒരുടാ. ഒരു കല്യാണല്ലേ 2 കല്യാണം കൂടിയിട്ടൊക്കെ ഒരു കല്യാണത്തിന് സൽമാന്റെ ഫാമിലി. ആ ഫാമിലിയില്ലേ ആ ഫാമിലി ഒന്ന് നോക്കണ്ട. നമ്മുടെ ചിലപ്പോ മോണിറ്ററൈസേഷൻ ആയി പോകും. തിരുവനന്തപുരം തൊട്ട് സൽമാനിക്ക് കാസർഗോഡ് വരെയും ഫാമിലി ഉണ്ടെന്ന് സൽമാൻ പറഞ്ഞ അവരൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ തീരാവുന്ന പ്രശ്നം. നമ്മളിപ്പോ ചെയ്യണം എന്താന്ന് വെച്ചാല് മോണിറ്ററൈസേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് മോണിറ്ററൈസേഷൻ കിട്ടിയ യൂട്യൂബേഴ്സിനെ അറിയുമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് തരാം. മോണിറ്ററൈസേഷൻ നമ്മുടെ വ്ളോഗിലൂടെ അവസാനിപ്പിക്കാം. വർക്കിലോട് മെസ്സേജ് ഒക്കെ വരാനില്ലേ. വരുമ്പോ അവിടുന്നൊക്കെ നാളെ ബീഫ് എവിടുന്നാണ്? ബീഫാ നാളെ എനിക്കിതാണ് വൈകുന്നേരോ ഒരു വ്ളോഗ് എടുക്കാൻ താങ്കളുണ്ടോ? ഇൻഷാല്ലാ വൈപ്പിൽ പോയില്ലെങ്കിൽ ഉണ്ടാവും. എന്തായാലും പോവും. അത് വേറെ വിഷയം. അപ്പൊ ഞായറാഴ്ച എന്നുള്ളത് ഞാൻ മറന്നു. ഞായറാഴ്ച മണിക്കോണല്ലേ രാവിലെ മണി. അല്ലോ ഫ്രീയല്ലേ. സ്ലിപ്പ് ഭാഷ മാറണ്ട. അതായത് നമ്മുടെ കൂട്ടത്തിൽ പല ഭാഷ.
മലബാറിയൻസ് എന്ന് പറഞ്ഞു അതായത് കൊച്ചി ഭാഷ സംസാരിച്ചു. തിരുവനന്തപുരം ഉദ്ദേശിച്ച വലിയ മലപ്പുറം മലപ്പുറം അപ്പൊ സുഹൃത്തുക്കളെ അവിടെ ആരെങ്കിലൊക്കെ വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലൊക്കെ വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ ആസൽമാലേ അപ്പൊ സുഹൃത്തുക്കളെ ഈ വാതാര വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം സുഹൃത്തുക്കളെ. അപ്പൊ ഫുള്ള് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാ. മലപ്പുറം എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് വ്ളോഗ് കാണുന്നവരൊക്കെ ഇതാകാം. അവിടെ നാല് വ്ളോഗ് കാണാനില്ല നമുക്കറിയാം. വേറെ സ്ഥലത്താണ് അവിടെ നാല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വ്ലോഗ് കാണാ. നമ്മടെ ഇത് നോക്കുമ്പോ നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു പാട്ട് സായില്ല. അല്ല ഇപ്പം പാടണമെന്ന് പറഞ്ഞു. ഏത് പാട്ടാണ് പറഞ്ഞോ? കല്യാണിയാ എടാ കോപ്പിറൈറ്റ് അടിക്കോ വെച്ചാല് ഉമ്മേനെ. ഹലോ ഇപ്പോഴും 15 മിനിറ്റ് ഇല്ലില്ല വ്ലോഗ് കൊടുത്തോ ഭയങ്കര ഫോട്ടോ ഞങ്ങളുടെ വിളി വരാന്നുണ്ട്. ഉമ്മാനോടൊക്കെ സംസാരിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലം കൈ കൊണ്ടാണ് എന്റെ കാര്യങ്ങളായിരുന്നെങ്കില് കണ്ടപ്പോ കണ്ണൊന്ന് അടച്ചു. ബാക്കി പാറ സായിലേക്ക് എനിക്കറിയില്ല പാട്ട്. നമുക്ക് ആർക്കും പാട്ട് പാടാനില്ല. നീ വാടാന്ന് പറഞ്ഞിട്ട് ഞാൻ പാടണം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാ. മോണിറ്ററൈസേഷൻ അപ്പൊ ഗായ്സ് ബൈ ബൈ.